സിപിയുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച പി.വി. അൻവർ എം.എൽ.എ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ വിശദീകരണ യോഗം അല്പസമയത്തിനകം നടക്കും. നിലമ്പൂർ ചന്തക്കുന്നിലാണ് വൈകിട്ട് 6:00 സമ്മേളനം. അൻവറിന്റെ അടുത്ത നീക്കം എന്താണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അരുൺ അമർനാഥ് വിവരങ്ങളുമായി ഉണ്ട്. ഒപ്പം മുഹമ്മദ് ഷഹീദ് ആദ്യം അരുണിലേക്കാണ്. അരുൺ, എത്രത്തോളം പിന്തുണ ഈ യോഗത്തിനുണ്ടാകാനാണ് സാധ്യത? രതീഷ്, പി.വി. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന ചോദ്യം ഉയരുന്നിടത്താണ് ഈ പൊതുയോഗത്തിന്റെ പ്രസക്തി. ഈ യോഗത്തിലെ പങ്കാളിത്തം എത്രത്തോളമായിരിക്കും എന്ന്, പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM അൻവറിനെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു, കടന്നാക്രമിച്ചിരിക്കുന്നു. പിന്നാലെ അൻവറിന്റെ ഒരു കൗണ്ടറാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ ഒരു പ്രത്യാക്രമണം തന്നെയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ ഈ പൊതുയോഗം വിളിച്ചു ചേർത്തത്. ഇപ്പോൾ ഇതാ ഈ സജ്ജീകരണങ്ങളിലേക്ക് വന്നാൽ ഒരു വാഹനമാണ്, ഒരു മൈക്ക് സെറ്റും മാത്രമാണ്. അൻവർ നേരത്തെ പറഞ്ഞ ഒരു മൈക്ക് സെറ്റുമായി ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ഒരു വാഹനം, മൈക്ക് സെറ്റ്, ഒപ്പം തന്നെ നേരത്തെയൊക്കെ കഴിഞ്ഞ വാർത്താ സമ്മേളനങ്ങൾ കഴിഞ്ഞ പോലെ ഒരു TV സ്ക്രീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നേരത്തെ ഒക്കെ ഇന്നലെ ഉൾപ്പെടെ അൻവർ പുതിയ ആരോപണങ്ങളിലേക്ക് കടന്നിരുന്നു. CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ കൈകളിലുണ്ട് എന്നാണ് അൻവർ പറഞ്ഞു വെച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ ഇനി നമുക്ക് ആളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 50 കസേര ഇടുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അൻവറിന്റെ പറഞ്ഞ അതിനേക്കാൾ ആളുകൾ ഈ നിമിഷം തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൈകിട്ട് ഒരു 4 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഒരു ആൾക്കൂട്ടം എത്തിയിട്ടുണ്ട്. നമുക്ക് ഓടൊപ്പം കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഷഹീദ്, നമ്മൾ പറഞ്ഞു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. ഷഹീദും അതേ ഒരു ആകാംക്ഷയിലാണ് കോഴിക്കോട് നിന്ന് വന്നപ്പോൾ. ഷഹീദ് എന്താണ് ഇവിടെ ഉറ്റുനോക്കുന്നത്? അരുണ, എനിക്ക് 2 കാര്യങ്ങളിൽ കൗതുകമുണ്ട്. ഒന്ന്, ഇന്ന് രാവിലെ തന്നെ മുൻ CPM ലോക്കൽ സെക്രട്ടറി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ സാഹചര്യം. അപ്പോൾ ഈ പൊതുയോഗത്തിൽ ആദ്യമായി ഒരു പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. ആ യോഗത്തിലേക്ക് CPM അനുഭാവമുള്ള, CPMന്റെ ഏതെങ്കിലും ഭാരവാഹിത്വമുള്ള, പ്രാദേശികമോ അല്ലാത്തതായ CPM അനുഭാവികൾ ആരെങ്കിലും എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ എത്തുകയാണെങ്കിൽ അൻവറിന്റെ കൂടുതൽ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. അപ്പോൾ ആരൊക്കെ ഇതിന്റെ പങ്കാളിത്തം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, ഇതിൽ എന്തൊക്കെയായിരിക്കും അൻവർ പറയുക? ഇത്രയും കാലം അൻവർ പറഞ്ഞു വെച്ച സ്ഫോടനാത്മകമായ, രാഷ്ട്രീയ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഇതിൽ കൂടുതൽ അൻവർ എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിലമ്പൂരിൽ നടക്കുന്ന പൊതുയോഗത്തിൽ CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെതിരെ കടുത്ത വിമർശനം അൻവർ മുന്നോട്ട് വെക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അൻവറിനെ വഞ്ചകനെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതെന്നും ക്രിമിനൽ എന്നൊരു ഗുരുതരമായ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം EN മോഹൻദാസ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ EN മോഹൻദാസിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാവും. മറ്റൊന്ന്, ഈ CPM രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന തരത്തിൽ എന്ത് വെളിപ്പെടുത്തൽ അൻവർ ഇന്ന് നടത്തും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന പി.വി. അൻവറിനെ നമ്മൾ കണ്ടു. അന്നൊക്കെ ഈ സംരക്ഷണ കവചം ഒരുക്കിയ പാർട്ടിയാണ് മറുവശത്തുള്ളത്. എന്നിട്ടും അൻവറിന്റെ ആളുകളെ കൂട്ടാനായാൽ അത് അൻവറിന്റെ ഒരു ബാക്കപ്പ്, അൻവറിന്റെ നിലമ്പൂരിലുണ്ട സ്വാധീനം എന്തെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഒരു വെല്ലുവിളിയായി തന്നെ നമുക്ക് കാണാനുണ്ട് ഇതിനെ. തീർച്ചയായും അതൊരു അൻവറും അത് വെല്ലുവിളിക്കാൻ തന്നെയാണ് അൻവറിന്റെ തീരുമാനം. പക്ഷേ ഈ സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ CPMനെതിരെ അല്ലെങ്കിൽ പിണറായിക്കെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ വലിയ വിമർശനം ഉന്നയിച്ച ഒരു താരപരിവേഷം, ചോദ്യം ചെയ്യാൻ ഒരാളുണ്ട് എന്നൊക്കെയുള്ള ഒരു പരിവേഷം അൻവറിന് ഈ ഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു ഗുണം അൻവറിന് ലഭിക്കും. പക്ഷേ എത്ര കാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്.